ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് വിത്ത് GC. ഞാൻ ഗോപു ചന്ദ്രൻ. സോ ഗൈസ്, നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി 2025 എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. നവംബർ 17 മുതൽ ഡിസംബർ ലാസ്റ്റ് വരെയാണ് അവർ തന്നിരിക്കുന്ന ഡേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു നെക്സ്റ്റ് 50 ഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജിനനുസരിച്ച് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. So what you have to do in the next 50 days. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് എക്സാം ഡേറ്റ് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏകദേശം അപ്പോയിന്റ്മെന്റ് എപ്പോൾ ലഭിക്കും അതിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഐഡിയ എനിക്ക് തോന്നുന്ന കാര്യമാണ്. അത് പേഴ്സണലായിട്ട് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇൻസ്റ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു തോന്നൽ കൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നവംബറിൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ എൻഡിലാണ് നിങ്ങൾക്ക് എക്സാം അവസാനിക്കുന്നതെന്ന് വിചാരിക്കുക. ഡെഫിനറ്റ് ആയിട്ടും ജനുവരിയിൽ നിങ്ങൾക്ക് ആൻസർ കീൻ്റെ ലിങ്ക് വരും. ഇനി ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്ത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരും, ഈ ഒരു CBTന്റെ റിസൾട്ട് വരും. കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് റിസൾട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വിത്തിൻ 1 മന്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, അടുത്ത പ്രിലിമിനറി അല്ല ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET പ്രോബബ്ലി മാർച്ച് ലാസ്റ്റോ മാർച്ച് 3rd വീക്കൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ PET വന്നു കഴിഞ്ഞാൽ മേ ബി ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ട് റിസൾട്ട് വരും. ഏപ്രിൽ റിസൾട്ട് വന്നാലും മെയിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കലും DVയും കഴിയുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കാം. സോ വിത്തിൻ 6 months, ജനുവരി ഡിസംബർ ടു ജൂൺ വരെ ഒരു 6 മാസം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ആ ഒരു 6 മാസത്തെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട് ഇഫ് എവറിത്തിങ് ഗോസ് ഫൈൻ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 1 or 2 year നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി വേറെ ലെവലുള്ള പോസ്റ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അത് അതിനെ കുറിച്ചല്ലല്ലോ ഇപ്പൊ നമ്മുടെ ടോപ്പിക്. അപ്പൊ ഇനി ഒരു 50 ദിവസം, നവംബർ 17 എന്ന് പറയുമ്പോൾ നമ്മുടെ നവംബർ 2nd വീക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇന്ന് മുതൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ NTPCക്ക് 50 ദിവസം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു, അതുകൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ പലരും എന്തായിരിക്കും, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും അല്ലെ. എപ്പോ വേണമെങ്കിലും എക്സാം വരാമെന്നുള്ള എക്സ്പെക്ടേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്, ഫ്രഷർ ആയിട്ട് നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പ് ഡി എന്താന്ന് പോലും അറിയാത്ത ഒരാള്, ഓക്കെ, വെറുതെ ചുമ്മാ അപ്ലൈ ചെയ്തിട്ടു അല്ലാതെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ എന്താ പറയാ, ഒരു എക്സാമും എഴുതി ഒന്നും അറിയില്ല ആദ്യമായിട്ടാണ് നിങ്ങൾ ഗ്രൂപ്പ് ഡി എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് സോ ഈസി. നിങ്ങൾ ഒന്നും എഴുതാത്ത ഒരാൾ, ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് കോടിക്കണക്കിന് ആളുകളായിട്ടാണെന്ന് വിചാരിക്കും, ലക്ഷക്കണക്കിന് ആളുകളായിട്ടാണ്. ഓർ വിത്തിൻ ദാറ്റ് സോൺ, ഇപ്പൊ ചെന്നൈ സോൺ അല്ലെങ്കിൽ RRB ചെന്നൈ എന്ന് പറയുകയാണെങ്കിൽ അത്രയും ലക്ഷങ്ങളുടെ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. ഓക്കെ, അതുകൊണ്ട് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുക. അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു 50 ദിവസം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു സിലബസ്, മോക്ക് ടെസ്റ്റ്, റിവിഷൻ, ഇത് തന്നെയാണ് നമ്മുടെ തുറപ്പിച്ചിട്ട് ഈ 3 കാര്യങ്ങൾ. സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം, അതുപോലെ മോക്ക് ടെസ്റ്റ്, അതിന് റിവിഷൻ. സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ NTPC പോലെയല്ല പലരും ഈ GK ഒക്കെ വാരി വലിച്ച് പഠിച്ച് സയൻസ് ഒന്നും വലിയ NTPC എന്ന് പറയുമ്പോൾ അവിടെ സയൻസിന് ഇമ്പോർട്ടൻസ് വരുന്നില്ല, മെയിൻലി GK ആണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങളുടെ തുറപ്പിച്ചിട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, നിങ്ങളുടെ റീസണിങ് പാർട്ടാണ്. റീസണിങ്ങിൽ നിങ്ങൾ 30 out of 30 സ്കോർ ചെയ്തേ പറ്റൂ. 30 out of 30. ഓക്കെ, ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻ എന്താണ്, റീസണിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റീസണിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ പസിൽസ്, അല്ലെങ്കിൽ കാലണ്ടർ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഒരുപാട് കാര്യങ്ങൾ. റീസണിങ് ഒരു ടോപ്പിക്കും വിടാതെ ഫുള്ളായി പഠിക്കുക. കോഡിങ്, ഡീകോഡിങ് ഒക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നല്ലപോലെ പഠിക്കുക. റീസണിങ് പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. റീസണിങ് മാത്സ് ആണെങ്കിലും 30/30 വാങ്ങിയേ പറ്റൂ റീസണിങ്ങിൽ, അതിലൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കോർ ചെയ്യാൻ പോകുന്നതും ആ ഒരു റീസണിങ്ങിലായിരിക്കും. അത് തന്നെയാണ് നമ്മൾ മാർക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, മാത്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും 25 മാർക്സിന്. സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 ചേർന്നതാണ് നമ്മൾ. കമ്പ്യൂട്ടർ വേറെ, GK കൂടെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്,
ഈ 3 കാര്യങ്ങളാണ് സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ക്ലാസ് 6 മുതൽ ക്ലാസ് 10 വരെയുള്ള NCERT മസ്റ്റ്. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ തുടങ്ങിയ കാര്യങ്ങളാണ് സയൻസ് എന്ത് പഠിക്കണം എന്നുള്ളത്. അപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് 3 മസ്റ്റായിട്ടും ക്ലാസ് 6 to 10 NCERT പഠിച്ചേ പറ്റൂ. അതിൽ ചില ടോപ്പിക്സ് റയറായിട്ട് +1 +2 എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അത് +1 +2 കുറച്ചുകൂടി ഡെപ്തായിട്ട് അവർ ചോദിക്കുന്നത് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി 10 വരെയുള്ള NCERT ഒക്കെ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞ ആളാണെങ്കിൽ യു ക്യാൻ റെഫർ +1 +2 NCERT. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്ലാസ്സിന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്നും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അൽഹന്ദിന്റെ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ജനറൽ സയൻസ്. അത് വാങ്ങി പഠിക്കാം. ലൂസന്റ് ഉണ്ട് ജനറൽ സയൻസ്, ബട്ട് ഐ വിൽ സജസ്റ്റ് ദാറ്റ് NCERT എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ഒരു അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് നല്ലപോലെ റെഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. മസ്റ്റായിട്ടും NCERTന്റെ ഉള്ളിൽ നിന്നായിരിക്കും ഡയറക്റ്റ് ചോദ്യങ്ങൾ വരിക. അത് മസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 6 to class 10 വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ സയൻസിന് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ന്യൂമറിക്കൽസ് എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ഡിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ന്യൂമറിക്കൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഫിസിക്സ് ന്യൂമറിക്കൽസ് നിങ്ങൾ കൺസെപ്റ്റ് അറിയാതെ ചുമ്മാ ബൈഹാർട്ട് ചെയ്ത് ഫോർമുലസ് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് കിട്ടുന്നുള്ളത് നിർബന്ധമില്ല. ഓക്കെ, ദേ കൻ ആസ്ക് ഫ്രം ഡെപ്ത്. കുറച്ചുകൂടി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാം. അതുകൊണ്ട് നിങ്ങൾ NCERTയിലെ പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. അത് കൂടാതെ എൻ്റെ ഈ ഒരു ചാനലിൽ പ്ലേ ലിസ്റ്റിൽ നോക്കുക. അതിൽ ഞാൻ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ലിസ്റ്റ് ഓഫ് എല്ലാ ടോപ്പിക്കും ഫിസിക്സിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ന്യൂമറിക്കൽസ്, എല്ലാ ചാപ്റ്ററിന്റെയും ന്യൂമറിക്കൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും ചെയ്ത് ശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തുകൂടി ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ അതിന് മുമ്പുള്ള ഗ്രൂപ്പ് ഡിന്റെ ഒക്കെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ടെക്നീഷ്യൻ, അത് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടെക്നീഷ്യന്റെ മേൽപ്പിന് ബേസ് ചെയ്തിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ന്യൂമറിക്കൽസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. 25 ക്വസ്റ്റ്യനിൽ മിനിമം 22-23 ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടും. നിങ്ങൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അക്യുറസി ഈ ഒരു 30 അല്ലെങ്കിൽ 25-22 എല്ലാവർക്കും വേണമെങ്കിൽ 30 ചെയ്യാലോ, അല്ലെങ്കിൽ എല്ലാവരും 25-22 ക്വസ്റ്റ്യൻസ് ചെയ്യാലോ. പക്ഷെ ചെയ്യുന്നത് അക്യുറസി കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നെഗറ്റീവ് മാർക്ക് അവിടെ വരുത്താൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കൂടുതൽ? സോ അതുകൊണ്ട് നെഗറ്റീവ്സ് കുറച്ച് അക്യുറസി കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫിസിക്സ് ന്യൂമറിക്കൽസ് ആണെങ്കിലും അല്ലെങ്കിൽ സയൻസ് ആണെങ്കിലും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും നിങ്ങളൊരു ടൈമറൊക്കെ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് ചെയ്യുക. പിന്നെ മാത്സ് ആണെങ്കിൽ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫോർമുല ബേസ്ഡ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. നല്ല ടഫായിട്ടൊന്നും പഠിക്കേണ്ട, SSC ലെവലൊന്നും പഠിക്കേണ്ട. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മാത്സ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അതിനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ TCS തന്നെയാണ് ശരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ്, ഫിസിക്സ് തന്നെ വായിൽ വരുന്ന മാത്സ് കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ കഴിഞ്ഞ NTPC ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് ഇനി വരും, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഈവൻ ഗ്രാജുവേറ്റിന്റെ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. NTPC ഇപ്പൊ കഴിഞ്ഞ ഗ്രാജുവേറ്റ് എക്സാമിന്റെയും മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അത്രയും ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, മാത്സ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം 25 ക്വസ്റ്റ്യനൊക്കെ 20-22 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാം. ഇത് 3 മാത്സിൽ 22 ക്വസ്റ്റ്യൻ, അതുപോലെ സയൻസിൽ 22 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ 30 ക്വസ്റ്റ്യൻ. അപ്പൊ തന്നെ 70 ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾ ഫുൾ അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ നല്ല സ്കോർ ആയിരിക്കും 70 ക്വസ്റ്റ്യൻ. പിന്നെ GK 20 നിങ്ങൾ അതാണ് ഞാൻ GK നിങ്ങൾ പഠിച്ച സമയം കളയണ്ട. എന്ന് വെച്ചാൽ പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. GK വലിയ സബ്ജക്ട്, വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പൊ അതിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൂസിന്റെ അല്ലെങ്കിൽ വാട്ടവർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താണ്, സ്റ്റാറ്റിക് GK, CA, കറണ്ട് അഫയർ ലാസ്റ്റ് 1 ഇയറിന്റെ മാത്രം ഈ 50 ദിവസം കൊണ്ട് നോക്കുക. അതിനുള്ള ടൈം തന്നെ നിങ്ങൾക്കുള്ളൂ. 70 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചാലും നിങ്ങൾക്ക് എത്ര തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ 3 ഈ സബ്ജക്ട് ഭയങ്കര സ്ട്രോങ് ആക്കി വെക്കുക, മാത്സും റീസണിങ്ങും സയൻസും. പിന്നെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ എന്തുകൂടി ചെയ്യുക, GK ഒരു 20-ൽ 10 5 ഒക്കെ ചെയ്താൽ പോലും ബാക്കിയുള്ളത് 3 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ടോപ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ 4 സബ്ജക്റ്റും മസ്റ്റായിട്ടും പഠിക്കണം. ബട്ട് ടൈമില്ല, GK വരെ എനിക്ക് ഒന്നും അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്നല്ല ഞാൻ GK പറയുന്നത്. കുറച്ച് സമയം GK പഠിച്ചിട്ട് കൂടുതൽ സമയം ബാക്കിയുള്ള 3 സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ആ 3 നമുക്ക് സെറ്റ് ആക്കണം. ആ 3 എവിടുന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം എന്നുള്ളൊരു കണ്ടീഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ
അത് നിങ്ങൾക്ക് എപ്പോഴത്തെ നിങ്ങൾക്ക് അത് നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു 50 ദിവസം ഉണ്ടെങ്കിൽ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യുക. ഡെയിലി 1 മോക്ക് ടെസ്റ്റ്, ഒരു 1.5 മണിക്കൂർ. നിങ്ങൾക്ക് ഇവിടെ എത്ര 90 മിനിറ്റ്, 1.5 മണിക്കൂർ 100 ക്വസ്റ്റൻ അല്ലേ വരുന്നത്. അപ്പൊ ഡെയിലി 1.5 മണിക്കൂർ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. ഡെയിലി ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചെയ്താൽ മതി. അതിന് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കൂടെ നിങ്ങൾ വീണ്ടും ഒരു എക്സ്ട്രാ 1.5 മണിക്കൂർ കൂടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അനാലിസിസ് ചെയ്യണം. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും ചുമ്മാ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എവിടേക്കാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത്, എവിടെയാണ് നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ്, അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗം കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അത് കൂടാതെ മോക്ക് ടെസ്റ്റ് കൊണ്ട് ചെയ്താൽ വേറൊരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് വെച്ച് നമുക്ക് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ എത്തി. മോക്ക് ടെസ്റ്റ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് എത്രത്തോളം നിങ്ങൾ അക്യുറസി ഉണ്ട്, അത് നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾ അവിടെ ഒരു പെർസെന്റേജ് അല്ല, ടോപ്പ് 90% നിങ്ങളുടെ മനസ്സിൽ ടാർഗറ്റ് വയ്ക്കുക. എപ്പോഴും ഏത് മോക്ക് ടെസ്റ്റ് ആണെങ്കിലും 90% ആണ്. PERCENTALE നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അത് 90 മുകളിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിനും അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പെർസെന്റേജ് അല്ല, പെർസെന്റേജിൽ. കാരണം ചിലപ്പോൾ നിങ്ങൾ 190 ക്വസ്റ്റൻ എഴുതിയാലും 80% അല്ലെങ്കിൽ 70% ഉള്ളൂവെങ്കിൽ അതിനർത്ഥം എന്താ, ആ എക്സാം ഈസിയാണ്. നിങ്ങളെക്കാളും സ്കോർ ചെയ്ത 20% അല്ലെങ്കിൽ 30% നിങ്ങളെക്കാളും ടോപ്പിലുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പെർസെന്റേജിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലപോലെ നെഗറ്റീവ്സ് ഒക്കെ കുറച്ച് കൂടി ഓരോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അത് ശ്രദ്ധിക്കുക. അപ്പോൾ മോക്ക് ടെസ്റ്റിന്റെ റിവിഷൻ ഓരോ വീക്കിലും റിവിഷൻ ചെയ്യുക, ഓരോ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും റിവിഷൻ ചെയ്യുക. ഓക്കെ, വാരി വലിച്ച് പഠിക്കാതെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, കറണ്ട് അഫയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു വർഷത്തെ കറണ്ട് അഫയർ തൽക്കാലത്തേക്ക് നോക്കിയാൽ മതി. പിന്നെ എല്ലാം നോക്കുക. ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. വളരെ ഡെപ്ത് ആയിട്ട് ചോദിക്കുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ സയൻസും റീസണും മാത്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ജീവിക്കാൻ നിങ്ങൾക്ക് ടഫായി കഴിഞ്ഞാൽ എല്ലാവർക്കും ടഫ് തന്നെയായിരിക്കും. അത് നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എടുത്ത് മണിക്കൂറുകളോളം ജീവിക്കാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായ റീസണിങ്, സയൻസ്, അതിനൊക്കെ നഷ്ടം സംഭവിക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചാൽ ഫുൾ ഡിപ്രസ് ആയിട്ട് പിന്നെ കാര്യമില്ല, പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ എനിക്ക് എന്താ പറയാനുള്ളത്, അപ്പം റിവിഷനെ കുറിച്ച് പറഞ്ഞു, മോക്ക് ടെസ്റ്റ് പറഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്താ, പിന്നെ എക്സാം ഒക്കെ നിങ്ങൾ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക്, എനിക്കറിയാം പലരും ഈ വീഡിയോ കാണുന്ന പലർക്കും കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. പലരും മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് മൊബൈലിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. ഈ മൊബൈലിലൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വല്ല എയറോപ്ലെയിൻ മോഡിട്ട് ഓണാക്കി വെക്കുക, എയറോപ്ലെയിൻ മോഡിട്ട് വെച്ചിട്ട് അങ്ങനെ സേവ് ചെയ്ത് പോവുക. എക്സാം കഴിയാറാകുമ്പോൾ എയറോപ്ലെയിൻ മോഡ് ഞാൻ പറയാൻ കാരണം അത് നിങ്ങൾക്ക് കോളോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ ഒന്നും വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശരിക്കും എക്സാമിനേഷൻ സെന്ററിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരുന്ന് എക്സാം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനൊക്കെ പറഞ്ഞെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസ് എങ്കിലും നിങ്ങൾ ആക്ച്വൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അതേ ഒരു ടൈമിംഗ് ഒക്കെ വെച്ച്, അതേപോലെ ഒരു ടൈമിൽ രാവിലെ 9 അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രണ്ട്സിന്റെ അടുത്തോ റിലേറ്റീവിന്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും. പിന്നെ ഇത് അനാലിസിസ് ചെയ്യുന്നതിന് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അത് നമ്മൾ 1 മണിക്കൂറെങ്കിലും മിനിമം അനലൈസിസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഉച്ചനേരത്തൊക്കെ പഠിക്കാൻ ഓൾറെഡി മിനിമം ഒരു 10 മണിക്കൂറോ 12 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു 50 ദിവസം കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഫൺ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 മണിക്കൂർ പറഞ്ഞാൽ 12 മണിക്കൂർ പഠിക്കുക, ബാക്കി 4 മണിക്കൂർ നമ്മുടെ കയ്യിലുള്ളൂ. 4 മണിക്കൂർ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്നേ ഞാൻ പറയുള്ളൂ. അടുത്ത 50 ദിവസം കഷ്ടപ്പെടാതെ ഒന്നും കിട്ടില്ല. അത് ചെയ്തേ പറ്റൂ. ഞാൻ 8-10 മണിക്കൂർ നിങ്ങളുടെ കാലങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 6 മണിക്കൂർ പഠിക്കാൻ പറ്റുള്ളൂ. ആ 6 മണിക്കൂർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് എനിക്ക് മതി. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇത് പഠിക്കുക നല്ലപോലെ, അത്രേ ഉള്ളൂ. ഉച്ചനേരത്തൊക്കെ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. മാത്സ് ക്വസ്റ്റ്യൻ ചെയ്ത് സമയം പോകുന്ന വഴി അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളത്. അല്ലാതെ നിങ്ങൾ ഉച്ചനേരത്ത് GK കറണ്ട് അഫയർ ഒക്കെ വായിക്കുന്നത് ചിലപ്പോൾ ബോറടിച്ച് ഉറക്കം വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് എന്തായാലും വിത്ത് 1 or 2 month PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സാധനം എക്സാം കഴിഞ്ഞ് ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ PET വരണമെങ്കിൽ 1 മാസത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാം. നിങ്ങൾ ഓടണം,
അതുപോലെ വെയിറ്റ് എടുത്ത് ഓടണം, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എൻ്റെ ഞാനൊരു സജഷൻ പറയാൻ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഈ എക്സാം നിങ്ങൾ എന്തായാലും വീട്ടിൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വല്ല ഒരു എനർജി, ഒരു എക്സസൈസ് കൊടുക്കണ്ടേ. എന്തായാലും മൈൻഡ് ഫ്രഷ്നെസ് വേണമെങ്കിൽ ശരീരം എപ്പോഴും റിഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുക. മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം, ശരീരം ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഡെയിലി രാവിലെ ജോഗിങ്ങിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. ഇഫ് പോസിബിൾ ജോഗിങ്ങിന് തന്നെ പോവാം. ആദ്യത്തെ 2-3 ദിവസം നടക്കുക, 1 മണിക്കൂർ ഓക്കെ, രാവിലെ അടിച്ചു നടക്കാൻ പോവുക. പതുക്കെ പതുക്കെ അത് നിങ്ങൾ ജോഗിങ്ങിന് പോവുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നിങ്ങൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ വന്ന് കുളിക്കുന്നു, പഠിക്കുന്നു, അങ്ങനെ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കാലും കൈയൊക്കെ ചെറിയ പെയിൻ നടക്കാൻ പോകുന്ന പെയിനൊന്നും വലിയ ചെറിയ ജോഗിങ്ങിനും പെയിനില്ല. പലരും ഒരു PET വന്നു കഴിഞ്ഞിട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത്, എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. പലരും എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു PETക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, റണ്ണിങ് ചെയ്യുമ്പോൾ എന്നൊക്കെ വിചാരിക്കും. ആ സമയത്ത് കാലിന് വേദന വരും, കയ്യിന് വേദന വരും, ശരീരം വേദന വരും, എവിടെയെങ്കിലും ഉളുക്ക് പോലും. അതുകൊണ്ടാണ് നമ്മളത് പതുക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ രാവിലെ ജോഗിങ് ഓടി പോകണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ടൈമർ വെച്ചിട്ട് ഓടി പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പൊ 2 ഗുണമുണ്ട്. PETക്കും ഇപ്പൊ നിങ്ങൾ ജോഗ് ചെയ്യുമ്പോൾ അതിനും ഗുണം വരും ആ സമയത്ത്. അതുകൂടാതെ ഇപ്പോഴും മൈൻഡിനും ശരീരത്തിനും റിഫ്രഷ്മെന്റ് ആയി കഴിഞ്ഞാൽ പഠിക്കാനും ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെ ഒരു ഗുണം കൂടി 50 ദിവസം അതുകൂടി പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റോ എന്തെങ്കിലും ജസ്റ്റ് ജോഗിങ് ഒരു 1/2 മണിക്കൂർ നടന്നിട്ട് വരാം. മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കും, ശരീരം ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ലേണേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ക്ലോസ് ഗ്രൂപ്പ് ഉണ്ട്, പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട്. അതിലൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.